ആണോ അവിടെ നടക്കുന്നത് തെറ്റാണോ തെറ്റില്ലയോ എന്ന് എ പി ഉസ്താദ് നോക്കി എൻ്റെ ഒരു സത്യമാണെന്ന് എ പി ഉസ്താദ് ബോധ്യപ്പെടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു നിന്റെ മുമ്പിലത്തെ എങ്ങനത്തെ ചികിത്സയാണ് അതുപോലെ നീ തുടർന്ന് പോയിക്കോ. ഇയാള് വ്യാപകമായ വ്യാജ പ്രചരണങ്ങളെ ഇയാൾക്ക് മുന്നിൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രചരണം ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളെ മംഗലാപുരത്തെ പ്രശസ്ത അസുര ഷാദാ ഷെട്ടി, അതുപോലെ സമൂഹത്തിൽ ഞങ്ങളെ ആത്മീയനൊക്കെ ഉണ്ട്, സയ്യിദ് ഫസൽ പുറാത്തങ്ങൾ നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഇയാള് ഇയാളെ ചികിത്സ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വ്യാപകമായ പ്രചരണം ഉണ്ടാക്കുന്നുണ്ട്. അത്തരം ഇതില് അത് അവരറിയാണ്ട് പ്രചരിപ്പിക്കുകയാണ്. സ്ത്രീകളാണത്രേ ഉസ്താദിനെ കാണാൻ വരുന്നവരിലേറെ. ഇവിടെ എത്തുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ചൊരു ഇടം ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് ഉസ്താദിന് മാത്രമേ പ്രവേശനമുള്ളൂ. ഇസ്ലാമികമനുസരിച്ചിട്ട് അതിന്റെ ഇസ്ലാമികമനുസരിച്ചിട്ട് അതിന്റെ വഴിയിൽ കൂടിയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ അവിടെ അനാചാരങ്ങളുടെ വഴിയായിട്ട് ചെയ്യൂല. നേരമായി എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, പുരുഷന്മാർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വഴിയിൽ കൂടി പിന്നെ സ്ത്രീകൾ പുരുഷന്മാർ തമ്മിൽ പരസ്പരമായിട്ട് അടുക്കൂല. അത് അവര് വേറെ സെപ്പറേറ്റ്. അതൊരു ഭാര്യ ഭർത്താവായാലും ഇവിടെ എത്തിയാൽ ഭാര്യ വേറെ ഭാര്യ ഭർത്താവ് വേറെ. സമൂഹത്തിലെ സ്ത്രീകളെ അന്ധവിശ്വാസമായിട്ട് കണക്കൂട്ടാം. കാരണം ഏതെങ്കിലും ഒരാൾ ഇത്തരം ചികിത്സമാർ ഇരിക്കുന്നു പറയുമ്പോൾ ഉടനെ ഓടിയെത്തുക എന്ന് പറയും. ഇനി ചികിത്സയെ കുറിച്ച് ചോദിച്ചാലോ, ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് അവകാശപ്പെടുന്നത്. ആ സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന സമയങ്ങളിൽ അത് നമുക്കറിയൂല എന്താണ് പറയുന്നത്, ഏതാണ് പറയുന്നത്. ഇങ്ങനെ ദൈവികമായി കിട്ടിയ കഴിവാണെങ്കിൽ അത് സൗജന്യമായിരിക്കുമല്ലോ. മാത്രമല്ല ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നാണല്ലോ ഉസ്താദിന്റെ ദേഹത്ത് കൂടിയ ജിന്നിന്റെയും ആഗ്രഹം. പക്ഷെ പണം തനിക്കും പുളിക്കില്ലെന്ന് ഉസ്താദ് പറയും. പിന്നെ കൈകൊണ്ട് വാങ്ങില്ല എന്നൊരു സൗജന്യമുണ്ട്. ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പൈസക്ക് ആഗ്രഹിച്ച് തുടങ്ങൂല എന്ന് പറഞ്ഞിരുന്നു. പൈസക്ക് ആഗ്രഹിച്ച് ഇവിടുത്തെ ജിന്നിന്റെ പ്രത്യേകതയാണ് ഇവരെ പാവപ്പെട്ട് വരും ഒന്നുമില്ലാത്ത ആൾ വരും, 10 പൈസക്ക് ഗതിയില്ലാത്തവർ വരും. അപ്പൊ ഇവിടെ പൈസ എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കൂല. പിന്നെ വെച്ചാൽ അവർക്ക് അറിഞ്ഞിട്ട് ആരെങ്കിലും തന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ കൈയോടെ വാങ്ങലുമില്ല. അവർ അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ എൻ്റെ പേശപ്പുറത്തൊരു പണ്ടുണ്ടാവും, പണ്ടാരം, അതിൽ അവർക്ക് കഴിയുന്നതില്ല. അത് ചില 1 ഉറുപ്പ്യാര് ഞാൻ അതിലിടും, 10 പൈസയെങ്കിലും ഇടും, അവരവരെ കയ്യിലനുസരിച്ചിട്ടിടും. ആ കിട്ടുന്ന കാശ് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ പള്ളിയിലുള്ള ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാം, ശമ്പളത്തിന് ഉപയോഗിക്കും, എൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് ശമ്പളം ഉപയോഗിക്കും, എൻ്റെ ജീവിതത്തിലേക്ക് ശമ്പളത്തിന് ഉപയോഗിക്കും. ഒന്നാമതവർക്ക് സമ്പാദിക്കാനേ വഴി, രണ്ടാമത് എൻ്റെ എട്ടിലുള്ള ആളെല്ലാവർക്ക് സഹായം ഉണ്ടാവും. മനസ്സിലായി പിന്നെ അങ്ങനെ വരാൻ വഴിയില്ല. ആളുകൾ കൈയയച്ച് സഹായിച്ചപ്പോൾ 30 വയസ്സിനുള്ളിൽ 9ാം ക്ലാസ്സുകാരനായ ഉസ്താദ് ഒരുവിധം നല്ല നിലയിലെത്തി. കാരണം കല്യാണം കഴിച്ച് 10 വർഷമായിട്ട് കുട്ടികളുണ്ടാകത്തവർക്ക് ഇവിടെ വന്നിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നുള്ള അങ്ങനെ പ്രചരണം നടത്തുന്നുണ്ട്. ഇതൊന്നും യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. നാട്ടുകാരില്ല, പൊതുവിൽ അദ്ദേഹത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് കൂടുതൽ ഇതില്ല. കാരണം നാട്ടുകാർ അത്ര കൂടുതൽ അനുകൂലിക്കുന്നില്ല ഇയാളെ. പ്രചരണത്തിന് അടിസ്ഥാനമില്ല. കാരണം ഇതിന്റെ ഇടയിൽ കുറെ ഏജന്റുമാർ വർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാര്യമായ വിവരമൊന്നുമില്ലെങ്കിലും ഖുർആനിലെ ഒരധ്യായം ഉസ്താദിന് അറിയാമെന്നാണ് ഉസ്താദിന്റെ ശമ്പളക്കാരനായ ഇമാം പറയുന്നത്. ഖുർആൻ മുഴുവനും കാണാപ്പാഠം പഠിച്ചവർ മണ്ടന്മാർ. മൂപ്പർക്ക് വലിയ അറിവൊന്നുമില്ലെങ്കിലും ഫാത്തിഹ നന്നായിട്ട് വരുന്നുണ്ട്. ഇസ്ലാം മതം അനുവദിക്കാത്ത രീതിയിലുള്ള ഉസ്താദിന്റെ ചികിത്സയും മറ്റും എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറെ പോലീസിൽ പരാതി കൊടുത്ത് അതൊന്നും ഒരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പള്ളികൾ ആരാധനാലയങ്ങളാണ്. സ്രഷ്ടാവിന് വേണ്ടി സൃഷ്ടികൾ സർവ്വതും സമർപ്പിക്കുന്ന പവിത്രമായ സ്ഥാനം. കച്ചവടത്തിന് ഉപയോഗിക്കുന്നത് മതനിന്ദയല്ലാതെ മറ്റൊന്നുമല്ല.